ഞാൻ 7 ദിവസത്തേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കേരളത്തിന് നിരവധി വെല്ലുവിളികളുണ്ട്. എന്നാൽ ശക്തമായ ഒരു പദ്ധതിയിലൂടെ എനിക്ക് ഒരു മാറ്റം വരുത്താൻ കഴിയും. 7 ദിവസം ഒരു ചെറിയ സമയം പോലെ തോന്നിയേക്കാം. പക്ഷേ ശാശ്വതമായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന പ്രധാന പദ്ധതികൾ ആരംഭിക്കാൻ ഇത് മതിയാകും. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ നിരവധി മേഖലകളെ എൻ്റെ പ്രവർത്തനങ്ങൾ അഭിസംബോധന ചെയ്യും. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി, കൃഷി, ടൂറിസം, ക്രമസമാധാനം എന്നിവ. ഈ 7 ദിവസത്തിനുള്ളിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിന്റെ ഭാവിയുടെ അടിത്തറയിടും. ഏതൊരു സംസ്ഥാനത്തിന്റെയും വികസനത്തിന്റെ അടിത്തറയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഗതാഗതക്കുരുക്ക്, മോശം റോഡ് അവസ്ഥ, അപര്യാപ്തമായ പൊതുഗതാഗതം. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും കാര്യക്ഷമമായ ഗതാഗതത്തിന്റെ അഭാവവും കാരണം കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങൾ പലപ്പോഴും കനത്ത ഗതാഗതക്കുരുക്ക് നേരിടുന്നു. ആദ്യ ദിവസം തന്നെ കോഴിക്കോട്, തൃശൂർ, കൊല്ലം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ മെട്രോ പോലുള്ള വിപുലീകരണത്തിനുള്ള പദ്ധതികൾ ഞാൻ പ്രഖ്യാപിക്കും. ഈ നീക്കം ഗതാഗതക്കുരുക്ക് കുറയ്ക്കുക മാത്രമല്ല, മലിനീകരണം കുറയ്ക്കുകയും ഗതാഗതത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ സമയം ലാഭിക്കുകയും ചെയ്യും. ചെറിയ പട്ടണങ്ങളിലെ പരിസ്ഥിതി സൗഹൃദ ഗതാഗത ഓപ്ഷനുകൾക്കും ഞാൻ മുൻഗണന നൽകും. ഇലക്ട്രിക് ബസ്സുകളും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളും അവതരിപ്പിക്കുന്നത് മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള മികച്ച മാർഗമാണ്. ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഗതാഗത മാർഗമാണ് സൈക്ലിംഗ്. ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും റോഡുകളിലെ കാറുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും നഗരങ്ങളിൽ സുരക്ഷിതമായ സൈക്ലിംഗ് പാതകൾ നിർമ്മിക്കും. കാലവർഷക്കാലത്തെ വെള്ളപ്പൊക്കം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന ആശങ്കയാണ്. ഡ്രെയിനേജ് സംവിധാനങ്ങൾ മോശമായി പരിപാലിക്കുന്നതിനാൽ കനത്ത മഴ എപ്പോഴും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഇത് പരിഹരിക്കുന്നതിന് പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലെ സംസ്ഥാനത്തിന്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനം ഞാൻ ആരംഭിക്കും. പഴയ സംവിധാനങ്ങൾ നവീകരിക്കുകയും ആവശ്യമുള്ളിടത്ത് പുതിയവ നിർമ്മിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ പദ്ധതി. മഴവെള്ള സംഭരണം പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട മഴവെള്ള മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഗ്രാമീണ വികസനത്തിനും മുൻഗണന നൽകും. മോശം റോഡുകളും ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങളുടെ അഭാവവും ഉൾപ്പെടെ കേരളത്തിലെ പല ഗ്രാമങ്ങളും മോശം അടിസ്ഥാന സൗകര്യങ്ങൾ അനുഭവിക്കുന്നു. ആദ്യ ദിവസം റോഡുകൾ മെച്ചപ്പെടുത്തുക, അതിവേഗ ഇന്റർനെറ്റ് നൽകുക, ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നവീകരിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ഗ്രാമവികസന പരിപാടി ഞാൻ ആരംഭിക്കും. കേരളത്തിൽ ഉയർന്ന സാക്ഷരതാ നിരക്കുണ്ടെങ്കിലും സംസ്ഥാനത്തെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്കും ഒരു പ്രധാന ആശങ്കയാണ്. കേരളത്തിലെ നിരവധി യുവാക്കൾ തൊഴിൽ രഹിതരാണ്. കാരണം അവരുടെ വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും തൊഴിൽ വിപണിക്ക് ആവശ്യമായ കഴിവുകളുമായി പൊരുത്തപ്പെടുന്നില്ല. ഇത് അഭിസംബോധന ചെയ്യുന്നതിനായി 2-ാം ദിവസം സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നൈപുണ്യ വികസന പരിപാടികൾ ഞാൻ ആരംഭിക്കും. ഈ പരിപാടികൾ യുവാക്കൾക്ക് നല്ല ജോലി കണ്ടെത്തുന്നതിന് ആവശ്യമായ കഴിവുകൾ നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ ഞാൻ പ്രാദേശിക വ്യവസായങ്ങളായും ബിസിനസ്സുകളുമായും പങ്കാളിയാകും. നൈപുണ്യ വികസനത്തിന് പുറമെ യുവാക്കൾക്കിടയിൽ സംരംഭകത്വം ഞാൻ പ്രോത്സാഹിപ്പിക്കും. കേരളത്തിൽ വളരുന്ന സ്റ്റാർട്ടപ്പ് സംസ്കാരമുണ്ടെങ്കിലും പിന്തുണയുടെ അഭാവം മൂലം നിരവധി യുവ സംരംഭകർ ബുദ്ധിമുട്ടുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായവും മാർഗനിർദ്ദേശവും ഉപദേശവും ലഭിക്കുന്നതിന് എല്ലാ ജില്ലകളിലും ഞാൻ ഇന്നൊവേഷൻ ഹബ്ബുകൾ സൃഷ്ടിക്കും. യുവ സംരംഭകരെ അവരുടെ പദ്ധതികൾക്ക് ജീവൻ നൽകാൻ സഹായിക്കുന്ന ബിസിനസ് ആശയങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയും ഗ്രാന്റും നൽകുന്നതിനായി ഞാൻ ഒരു സർക്കാർ ഫണ്ട് സ്ഥാപിക്കും. ഗ്രാമീണ സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ഊന്നൽ. ഗ്രാമപ്രദേശങ്ങളിലെ നിരവധി യുവാക്കൾക്ക് ജോലി കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിലേക്ക് നയിക്കുന്നു. ഇതിനെ നേരിടാൻ സുഗന്ധവ്യഞ്ജനങ്ങൾ, കയർ, പരമ്പരാഗത കരകൗശല വസ്തുക്കൾ തുടങ്ങിയ പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചെറുകിട ബിസിനസ്സുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ഈ ബിസിനസ്സുകൾക്ക് സർക്കാർ പിന്തുണ നൽകുകയും അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിപണനം ചെയ്യാനും വിൽക്കാനും സഹായിക്കുകയും ചെയ്യും. ശക്തമായ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന് പേരുകേട്ട കേരളം ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നു. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പല ആശുപത്രികളും തിരക്കേറിയതാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും ശരിയായ ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങളില്ല. 3-ാം ദിവസം ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും കൂടുതൽ പ്രാപ്യവും ഫലപ്രദമാകുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനായി ഗ്രാമപ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന മൊബൈൽ ഹെൽത്ത് ക്ലിനിക്കുകൾ ഞാൻ അവതരിപ്പിക്കും. ഈ ക്ലിനിക്കുകൾ ആരോഗ്യ പരിശോധനകൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മാതൃപരിചരണം എന്നിവ വാഗ്ദാനം ചെയ്യും. വിദൂര പ്രദേശങ്ങളിലെ ആളുകൾക്ക് ദീർഘദൂര യാത്ര ആവശ്യമില്ലാതെ ആരോഗ്യ പരിരക്ഷ ലഭ്യമാണെന്ന് ഉറപ്പാക്കും. ടെലിമെഡിസിൻ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിനും മുൻഗണന നൽകും. ടെലിമെഡിസിൻ വഴി ഡോക്ടർമാർക്ക് ഗ്രാമപ്രദേശങ്ങളിലെ രോഗികൾക്ക് കൺസൾട്ടേഷനുകൾ നൽകാനും യാത്രയുടെ ആവശ്യകത കുറയ്ക്കാനും ആളുകൾക്ക് സമയബന്ധിതമായ വൈദ്യോപദേശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും കഴിയും. ഈ സംവിധാനം പ്രാവർത്തികമാക്കുന്നതിന് ഞാൻ ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് ലഭ്യത മെച്ചപ്പെടുത്തുകയും ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ആരോഗ്യ പ്രവർത്തകരെ പരിശീലിപ്പിക്കുകയും ചെയ്യും.
ശ്രദ്ധ ആവശ്യമുള്ള മറ്റൊരു മേഖലയാണ് മാനസികാരോഗ്യം. കേരളത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. മാനസികാരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൗൺസിലിംഗ് സേവനങ്ങൾ നൽകുന്നതിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിദ്യാർത്ഥികൾക്കിടയിലെ സമ്മർദ്ദവും ഉത്കണ്ഠയും പരിഹരിക്കുന്നതിനായി സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ പ്രചാരണങ്ങൾ ആരംഭിക്കും. ഈ സംരംഭങ്ങൾ മാനസികാരോഗ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം കുറയ്ക്കുകയും ആളുകൾക്ക് ആവശ്യമായ സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം അതിന്റെ ഏറ്റവും വലിയ സ്വത്തുകളിൽ ഒന്നാണെങ്കിലും മലിനീകരണം, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ഭീഷണിയിലാണ്. 4-ാം ദിവസം ഞാൻ പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. മാലിന്യ സംസ്കരണം എന്റെ മുൻഗണനയായിരിക്കും. പ്ലാസ്റ്റിക് നിരോധിക്കാൻ കേരളം ശ്രമിച്ചുവെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു പ്രശ്നമായി തുടരുന്നു. മാലിന്യങ്ങൾ പുനരുപയോഗിക്കാനാവുന്നവ, പുനരുപയോഗിക്കാനാവാത്തവ, ജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഞാൻ സംസ്ഥാന വ്യാപകമായി ഒരു പ്രചാരണം ആരംഭിക്കും. മാലിന്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യ ശേഖരണവും പുനരുൽപാദന സംവിധാനങ്ങളും മെച്ചപ്പെടുത്തും. പ്ലാസ്റ്റിക് മലിനീകരണം കൂടുതൽ നേരിടാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ഞാൻ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തും. തുണിസഞ്ചികൾ, മുള ഇനങ്ങൾ, ജൈവ നശീകരണ പാക്കേജിംഗ് തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം സർക്കാർ പ്രോത്സാഹിപ്പിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ കുറയ്ക്കാമെന്നും സുസ്ഥിര രീതികൾ സ്വീകരിക്കാമെന്നും ആളുകളെ പഠിപ്പിക്കുന്നതിനായി പൊതു അവബോധ പ്രചാരണങ്ങൾ നടത്തും. കേരളത്തിന്റെ തീരപ്രദേശത്തിനും സംരക്ഷണം ആവശ്യമാണ്. വർദ്ധിച്ചു വരുന്ന സമുദ്രനിരപ്പും കടലാക്രമണവും സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. മണ്ണൊലിപ്പ് കുറയ്ക്കുന്നതിന് ഞാൻ തീരത്ത് കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സമുദ്രനിരപ്പ് ഉയരുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഞാൻ കടൽ ഭിത്തികളും പരിസ്ഥിതി സൗഹൃദ ഘടനകളും നിർമ്മിക്കും. കേരളത്തിലെ വനങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഞാൻ സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ പരിപാടി ആരംഭിക്കും. വനനശീകരണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും സഹായിക്കുന്ന ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ സ്കൂളുകൾ, കോളേജുകൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കും. ഒരിക്കൽ കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്നു കൃഷി. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇത് നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. കുറഞ്ഞ വിളവില, ഉയർന്ന ഉൽപാദന ചെലവ്, പ്രവചനാതീതമായ കാലാവസ്ഥ എന്നിവയാൽ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. 5-ാം ദിവസം കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിലും കർഷകർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കർഷകർക്ക് സബ്സിഡികളും പരിശീലന പരിപാടികളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കും. പരിസ്ഥിതി സൗഹൃദ രീതികൾ ഉപയോഗിക്കുന്നവർക്ക് സാമ്പത്തിക സഹായത്തിന്റെയും സാങ്കേതിക മാർഗനിർദ്ദേശത്തിന്റെയും രൂപത്തിൽ സർക്കാർ പിന്തുണ ലഭിക്കും. വിളവ് മെച്ചപ്പെടുത്തുന്നതിനും ജലത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഡ്രിപ്പ് ഇറിഗേഷൻ, കാലാവസ്ഥാ പ്രതിരോധ വിത്തുകൾ തുടങ്ങിയ ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കും. കർഷകരെ സഹായിക്കുന്നതിന് വിപണി സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കും. വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കുന്നതിനായി വിള ഇൻഷുറൻസും നൽകും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിന് ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മെച്ചപ്പെട്ട റോഡുകൾ, ഇന്റർനെറ്റ് ലഭ്യത, ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഞാൻ കൃഷിയെ യുവതലമുറയ്ക്ക് കൂടുതൽ ആകർഷകമായ തൊഴിലായി മാറ്റും. വിനോദസഞ്ചാരം കേരളത്തിന്റെ പ്രധാന വരുമാന മാർഗമാണെങ്കിലും ആസൂത്രിതമല്ലാത്ത വികസനവും തിരക്കും പരിസ്ഥിതി നാശത്തിന് കാരണമായിട്ടുണ്ട്. 6-ാം ദിവസം സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുസ്ഥിര ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പശ്ചിമഘട്ടം, കായൽ ഗ്രാമങ്ങൾ, തീരപ്രദേശങ്ങൾ തുടങ്ങിയ അത്ര അറിയപ്പെടാത്ത സ്ഥലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഞാൻ ഇക്കോ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കും. ഇത് മൂന്നാർ, ആലപ്പുഴ തുടങ്ങിയ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കും. സന്ദർശകർക്ക് ഹോം സ്റ്റേകൾ, ഗൈഡഡ് ടൂറുകൾ, സാംസ്കാരിക അനുഭവങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഇക്കോ ടൂറിസം സംരംഭങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളെ ഉൾപ്പെടുത്തും. ഇക്കോ ടൂറിസത്തിന് പുറമെ വർഷം മുഴുവൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വൈവിധ്യമാർന്ന സാഹസിക ടൂറിസം, ഹെറിറ്റേജ് ടൂറുകൾ, വന്യജീവി സഫാരികൾ എന്നിവ ഞാൻ പ്രോത്സാഹിപ്പിക്കും. പുതിയ നിയമങ്ങൾ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ നിർമ്മിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും അവയുടെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുകയും ചെയ്യും. മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ഊർജ്ജ കാര്യക്ഷമത എന്നിവയ്ക്കായി കർശനമായ പാരിസ്ഥിതിക മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ടൂർ ഓപ്പറേറ്റർമാരുമായി സർക്കാർ പ്രവർത്തിക്കും. വൃത്തിയുള്ളതും പച്ചപ്പുള്ളതുമായ കേരളം കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക മാത്രമല്ല, ഭാവി തലമുറകൾക്കായി സംസ്ഥാനത്തിന്റെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കുകയും ചെയ്യും. അവസാന ദിവസം കേരളത്തിലെ ക്രമസമാധാനം ശക്തിപ്പെടുത്തുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മയക്കുമരുന്ന് ഉപയോഗവും ഗതാഗത സുരക്ഷയുമാണ് ആശങ്കയുണ്ടാക്കുന്ന പ്രധാന മേഖലകൾ. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം വർദ്ധിച്ചു വരുന്ന പ്രശ്നമാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. അതുപോലെ റോഡ് അപകടങ്ങൾ സംസ്ഥാനത്ത് ഗുരുതരമായ പ്രശ്നമാണ്. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അപകടങ്ങളെക്കുറിച്ച് സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കും. ആസക്തിയുമായി മല്ലിടുന്നവർക്ക് സൗജന്യ കൗൺസിലിംഗും സഹായ സേവനങ്ങളും നൽകുന്നതിനായി പുനരധിവാസ കേന്ദ്രങ്ങൾ വിപുലീകരിക്കും. ഗതാഗത സുരക്ഷയുടെ കാര്യത്തിൽ
അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഞാൻ കർശനമായ ഗതാഗത നിയമങ്ങൾ നടപ്പാക്കും. ശരിയായ റോഡ് അറ്റകുറ്റപ്പണികൾ ഉറപ്പാക്കുകയും കാൽനടക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് നഗരങ്ങളിൽ കാൽനടക്കാർക്ക് അനുയോജ്യമായ മേഖലകൾ സൃഷ്ടിക്കുകയും ചെയ്യും. സുരക്ഷിതമായ ഡ്രൈവിംഗ്, കാൽനട യാത്രക്കാരുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തും. നിയമലംഘകരെ പിടികൂടുന്നതിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ആധുനിക ഗതാഗത നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കും. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ 7 ദിവസം മതിയാകില്ലെങ്കിലും അർത്ഥവത്തായ മാറ്റത്തിന് അടിത്തറ പാകുന്നതിന് അത് മതിയാകും. അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി, കൃഷി, വിനോദസഞ്ചാരം, ക്രമസമാധാനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കേരളത്തെ എല്ലാവർക്കും മെച്ചപ്പെട്ട സ്ഥലമാക്കി മാറ്റാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. ഈ ശ്രമങ്ങൾ കാലക്രമേണ സുസ്ഥിരവും സമഗ്രവുമായ രീതിയിൽ കേരളത്തെ വളരാൻ സഹായിക്കുന്ന സുപ്രധാന പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കും. 7 ദിവസത്തേക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ കൈക്കൊള്ളുന്ന നടപടികൾ സംസ്ഥാനത്തിന് ശാശ്വതമായ മാറ്റവും ഊർജ്ജസ്വലവുമായ ഭാവിയും സൃഷ്ടിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.